Namaste, welcome to our channel, The Wheel of Fortune 7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ റെസണേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഒരു ഡിസിഷൻസ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പറയുക, റീഡിങ്സ് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ്. നിങ്ങളുടേതായിട്ടുള്ള ഫുൾ എനർജിയായിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ കാണുന്നവരൊക്കെ നല്ലതുപോലെ എഡ്യൂക്കേഷൻ ഉള്ളവരാണ്, നല്ലതുപോലെ നോളേജ് ഉള്ളവരാണെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിക്ക് മാത്രം എടുക്കുക. അതല്ലാതെ നിങ്ങളിതൊരു പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഡിസിഷൻസും എടുക്കാൻ പാടില്ല. പേഴ്സണൈസ്ഡ് റീഡിംഗ് എടുക്കാം, നിങ്ങൾക്ക് കാർഡ് എടുത്തു എന്ന് വേണമെങ്കിലും. അതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻസ് എടുക്കുക കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. പിന്നെ ഒത്തിരി അധികം എന്താ പറയുക, നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി അധികം ടാരോ കാർഡ് ചാനൽസ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ടുണ്ട്. മിക്കതും എന്താ പറയുക, ജെനുവിൻ ആയിട്ടുള്ള ചാനൽസ് ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. കാരണം പലരും എന്നോട് വന്ന് പറയാറുണ്ട്, ഇന്നപോലെ മാം റീഡിങ്സ് ഒന്നും അക്യുറേറ്റ് അല്ല എന്നൊക്കെ പറയാറുണ്ട്. കാർഡ്സൊക്കെ എനിക്ക് വിട്ട് തരാറുണ്ട്. അപ്പം നിങ്ങൾ റോങ് ആയിട്ടുള്ള ആളുകൾ ഗൈഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് മാക്സിമം പോവാതിരിക്കുക. നല്ല യൂട്യൂബ് ചാനൽസ് ഒത്തിരി, നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ടാരോട്ട് ചാനൽസുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലാതെ ഓൾഡ് ചാനൽസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാരോട്ട് കാർഡ് റീഡേഴ്സ് ആയിരിക്കാം, പ്രൊഫഷണൽ ടാരോട്ട് കാർഡ് റീഡേഴ്സ് ആയിരിക്കാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് മാത്രം നിങ്ങൾ ഗൈഡൻസ് സ്വീകരിക്കുക. നിങ്ങളുടെ ക്യാഷ് എമൗണ്ട്സ് അതൊന്നും വെറുതെ മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ട് പാഴാക്കി കളയാതിരിക്കുക കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ക്രിയേറ്റിവിറ്റി, fighting, the Fool, possibilities, past, present, future. Okay, bottom of the deck, Miser. മിസറിൻ്റെ എനർജീസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റിലെ തന്നെ നമുക്ക് നിങ്ങളുടെ കുറച്ച് കറണ്ട് സിറ്റുവേഷൻസ് പറയാം. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ എന്നുള്ള രീതിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു. പക്ഷെ അതിനർത്ഥം ഒരിക്കലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മറന്നു കളഞ്ഞെന്നോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ നിങ്ങൾക്ക് വേണ്ടെന്നോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ റിലേഷനെ വേണം, നിങ്ങൾ ഈ റിലേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എന്നത്തെയും പോലെയല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയും ഒരു എഫേർട്ട് എടുക്കണം എന്ന് നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് എഫേർട്ട് രണ്ട് സൈഡിൽ നിന്നും ഉള്ളപ്പോഴായിരിക്കും ഏതൊരു റിലേഷൻഷിപ്പും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എഫേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പും അധികം കാലം ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ആശയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എഫേർട്ട് എടുക്കുന്നില്ല. ആൾക്കെന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനായിട്ടൊരു എഫേർട്ട് എടുത്ത് കൈയും കാലും പിടിച്ചിട്ട് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വയ്ക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങളുള്ളത്. അതേസമയം നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ഈ മിസറിൻ്റെ എനർജീസാണ്. കാരണം ആൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ആളുടെ മൈൻഡിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒത്തിരി അധികം ആളുടെ ലൈഫിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ആൾ മാരീഡ് ആയിരിക്കാം, മറ്റുള്ള സിറ്റുവേഷൻസ് ആളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അപ്പം എന്തൊക്കെ സിറ്റുവേഷൻസ് ആളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അവർ അതിലൊന്നും ഹാപ്പി അല്ല. അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സോൾ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പലപ്പോഴും ലോജിക്ക് ഉപയോഗിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഇമോഷൻസ് ഉണ്ടായിരിക്കാം, ഫീലിങ്സ് ഉണ്ടാകും. നിങ്ങൾക്കും പലപ്പോഴും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും, ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ആൾക്ക് എന്നെ ഇഷ്ടമാണ്,
പക്ഷെ എന്തുകൊണ്ടാണ് ആ ആക്ഷൻ വൈസ് അതെന്നെ സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണ് ആൾക്ക് എന്നെ ഇഷ്ടമാണ്, ആൾ എനിക്ക് വേണ്ടി, ഞാൻ ആൾക്ക് ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യം ആളുടെ ആക്ഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് ആൾ ആക്ഷൻ ഫോമിലേക്ക് അത് സമ്മതിക്കാനായിട്ട് അതിൽ റെഡി ആവുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഇമോഷൻസ് വെച്ചിട്ടൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയല്ല, എപ്പോഴും മൈൻഡ് യൂസ് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടിയിട്ട് വരുന്നുണ്ട്, ഒത്തിരിയധികം സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഫീലിങ്സിനെയൊക്കെ സപ്രസ് ചെയ്ത് വെച്ച് മൈൻഡ് പറയുന്നത് കേൾക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഓക്കെ, ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം ആ ഒരു ടാസ്ക് ഓരോ ദിവസവും ഈ ഒരു വ്യക്തി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നല്ല രീതിക്ക് ഈ ഒരു വ്യക്തി അവരുടെ ആ ഒരു ഇമോഷൻസും ആ ഒരു മൈൻഡും ആ ഒരു ഹേർട്ടും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ഇവിടെ നടക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ദിസ് കാർഡ്, ഇത് കണ്ടില്ലേ? ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അതിനെയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നാളേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇമോഷണലി ചിന്തിക്കാതെ, മുന്നോട്ടേക്ക് ഡൗൺ ആവാതെ ഒരു സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ആൾക്ക് ആ ഒരു സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു ഫൈറ്റിംഗ്, മൈൻഡും ഹേർട്ടും തമ്മിലൊരു ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. മൈൻഡിലൊരു ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. ഹേർട്ട് പറയുന്നു നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണമെന്ന്, മൈൻഡ് പറയുന്നു നോ. കാരണം കണക്റ്റ് ആവാതിരിക്കുമ്പോൾ തന്നെയാണ് സിറ്റുവേഷൻസ് എല്ലാം സോർട്ട് ഔട്ട് ആവുന്നത്, ആളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സോർട്ട് ഔട്ട് ആവുന്നത്. സോ നോ എന്ന് മൈൻഡ് പറയുകയാണ്. ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ള നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു വ്യക്തിയുടെ നൈറ്റ് എനർജീസ് ആ ഒരു ഇതിൽ എനിക്കതാണ് കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു എനർജി. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് നടന്നു വരാതെ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നല്ല നൈറ്റ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, എന്താണെങ്കിലും ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 1 മിനിറ്റ് കേട്ടോ, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം വീഡിയോ പോസായി. എന്നും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ കട്ട് ചെയ്യുമല്ലേ, എന്ത് പറയാനാണ്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ നിങ്ങളോട് കോൾ ചെയ്യരുതെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ അതൊരു കട്ടായിപ്പോവും. ഒരു റീഡിങ് എടുക്കുവാണെങ്കിലും, ഞാൻ ക്ലാസ്സിലിരിക്കുവാണെങ്കിലും ഒക്കെ ഗൂഗിൾ മീറ്റിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും എന്നെ വിളിക്കുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പം എപ്പോഴും ഈ ഒരു വ്യക്തി എന്താ പറയുക, ലൈഫിൽ എപ്പോഴും ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇവരാണെങ്കിലും കൂടുതലായിട്ടും ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യുമ്പം എനിക്കിത് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു എനർജിയിൽ നിന്നാലും ഈ റിലേഷൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എപ്പോഴും ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു എനർജിയാണ്. കാരണം ആളുടേതായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ പ്രതിയുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഇതാണ് ജെനുവിൻ ആയിട്ടുള്ള കാര്യം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ആൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആ ഒരു എനർജീസ് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി പലപ്പോഴും ഓരോരോ പോസിബിലിറ്റീസ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. അതായത് ലൈക്ക് ഇപ്പം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പോസിബിലിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ എന്തെങ്കിലും ഒരു ചെറിയ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നാൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്ക് കാണാനും കൂടെ പറ്റുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട്. ബട്ട് ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ, അല്ലെങ്കിൽ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിയുടെ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഞാൻ കാരണം ആൾ ഹേർട്ട് ആവുന്നുണ്ട് എന്നാൾ ചിന്തിക്കുന്നില്ല. ആളുടേതായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ പ്രസൻറ്റ് എനർജീസ് നോക്കുവാണെങ്കിലും ആളുടെ ലൈഫിലുള്ള ന്യൂ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നു. ആളുടെ ലൈഫിൽ ഇപ്പോൾ കരിയറിലാണെങ്കിലും ശരി, എല്ലാം മെച്ചപ്പെടുത്തണം, ലൈഫ് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു തോട്ട്സിലാണ് ആളിവിടെ നിൽക്കുന്നുള്ളത്. അതിൻ്റെ സൈഡിലൂടെ നിങ്ങളുടെ ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫീലിങ്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ അവർക്കത് വല്ലാതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഞാൻ എങ്ങനെ ഈ ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് റൈഡർ വൈറ്റ് വെച്ചിട്ട് നോക്കാം, ചെക്ക് ചെയ്ത്. ചില സമയത്ത് ഇത് ഇങ്ങനെയാണ്, ഇത് ഷഫിൽ ആവില്ല. അപ്പം നമ്മൾ റീഡിങ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ഒരു എനർജി വരും. റൈഡർ വൈറ്റ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്,
എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ ഈ ഒരു വ്യക്തി റിലേഷന് വേണ്ടിയിട്ട്? ക്ലിയർ ആയിട്ട് നോക്കാം. ക്ലാരിറ്റിയോട് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു യൂസ് ആവുന്ന റീഡിങ് കാണുന്നത് കൊണ്ട്. ഫൈവ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പം ജസ്റ്റ് റീസെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ചിലരുടെ കേസുകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വല്ലതൊക്കെ ആയിരിക്കും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി റിലേഷനിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് പോയതിന് ശേഷം എന്നും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. ഇത്തവണ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ചെന്നിട്ടില്ല, കാരണം നിങ്ങൾ മടുത്തു. അതാണ് സംഭവം, നിങ്ങൾ മടുത്തു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഇവിടെ 9 ഓഫ് സോഴ്സിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ. 9 ഓഫ് സോഴ്സ് കണ്ടില്ലേ? ഇതാണ് 9 ഓഫ് സോഴ്സ്. കുറച്ച് കളറൊക്കെ പോയി കാർഡിൻ്റെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കാർഡ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് വീണ്ടും ചിന്തിക്കുകയാണ്. ഇപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ മൈൻഡിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അന്ന് പറഞ്ഞ് തീർന്നിട്ടുള്ള ആ ഒരു കാര്യം എന്താ പറയുക, അതൊന്നുകൂടെ പറഞ്ഞ് വിൻ ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരാറുണ്ട്. അത് മാത്രമല്ല, പിന്നീട് ഒരു സൈഡിൽ വരുന്നൊരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ചില സമയത്ത് ഈ ഒരു വ്യക്തിക്ക് തോന്നും ഞാൻ ആ ഒരു എൻ്റെ പേഴ്സണോട് ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുള്ള കാര്യം അത് വളരെ മോശമായിരുന്നു, ഞാൻ അങ്ങനെ ആ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ആ ഒരു തോട്ട്സ് ആൾക്കിടയ്ക്ക് വരാറുണ്ട്. ചില സമയത്ത് ആൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു വഴക്കും പ്രശ്നങ്ങളും അങ്ങോട്ട് ചെന്നിട്ട് എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് നീ എന്നോട് കണക്റ്റ് ആയിട്ട് ഇരിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് നിങ്ങളോട്ട് വഴക്കുണ്ടാക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും മൈൻഡ് മാറി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക്. ഇടയ്ക്കൊക്കെ നിങ്ങളുമായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യും. പിന്നെ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് ഞാൻ ഇത്ര സോൾ ലെവൽ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ലസ്റ്റ് ആയിരിക്കാം എന്നുള്ളൊരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി ആ ഒരു എനർജിനെ ഇഗ്നോർ ചെയ്ത് വിടും ചില സമയത്ത്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് 8 ഓഫ് കപ്സ് ആണ്. ഈ 8 ഓഫ് കപ്സിൻ്റെ കാർഡ് പറയുന്നത് മെയിനായിട്ടും ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിന്ന് മനഃപൂർവ്വം ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കും തോറും എത്രമാത്രം ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വീണ്ടും ക്ലോസ് ആകുകയാണെന്നാണ്. കാരണം ആ തോട്ട്സ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു തോട്ട്സ്, ഹേർട്ടിൻ്റെ ഇമോഷൻസ്, അതിനെ ഡിനേ ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഇമോഷൻസ് വേണ്ട, ഞാൻ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആവത്തില്ല എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിലിരിക്കുമ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഇമോഷൻ, ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഇമോഷൻസും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ഈ ഒരു വ്യക്തി റെഡിയല്ല. അതൊരിക്കലും ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ആ ഒരു എനർജി എപ്പോഴും പറയുന്നത് എന്താണ്, യെസ് ഈ റിലേഷനിൽ ബാലൻസ് ചെയ്യണം എന്ന് പറയാണ്. നല്ല തൊണ്ടവേദനയാണ് എനിക്ക് കേട്ടോ, കുറേ നാളായി പനി പിടിച്ചിട്ട്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജീസ്. ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയുക, ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊരു ഫിയർ ഉണ്ട്. കാരണം നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നൈസായിട്ട് ഇറങ്ങിപ്പോക്കോ എന്ന് വേണമെങ്കിൽ പറയാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം തോറ്റു പോകുമോ എന്നുള്ളൊരു ഫിയർ നന്നായിട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട് ഈ റിലേഷനിൽ. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനൊന്നും ഉണ്ടാവില്ല. ആളുകളല്ലേ, മനുഷ്യരെന്തൊക്കെ ചിന്തിക്കാം. നമ്മൾ തന്നെ ഒരു നിമിഷം കൊണ്ട് എത്ര 100 കണക്കിന് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്നുണ്ടാവും. ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അത് അങ്ങനെ ആവണം എന്നില്ല. അത് നമ്മുടെ ഒരു ഇല്യൂഷനാണ്, അതൊരു മായയാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല റിയാലിറ്റി. അതുകൊണ്ട് നിങ്ങൾ അധികം ആരും ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. കാരണം ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, വെറുതെ ചിന്തിച്ചെന്തിനാ സമയം കളയുന്നത്. അപ്പോൾ പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, കാരണം അത് മാനിഫെസ്റ്റ് ആവും. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റിവിറ്റി മാനിഫെസ്റ്റ് ആവാറുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം ഒരു ഇല്യൂഷൻ ആയതുകൊണ്ട് വെറുതെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളും ഇരിക്കാൻ പാടില്ല ഒരു കാര്യത്തെക്കുറിച്ചിട്ടും. നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെയാണ്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാണ് ഒത്തിരി അധികം. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ശരിക്കും അങ്ങനെയൊന്നും ആവില്ല. ഇവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല മനസ്സിൽ.
അതുപോലത്തെ കാര്യങ്ങളല്ല ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വഴക്കുണ്ടാക്കി വിടും, അത് കഴിഞ്ഞ് തിരിച്ച് നല്ലത് നിങ്ങൾ പറയും, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി നിങ്ങളുടെ മൈൻഡിൽ ഒന്നുമില്ല. ഇത്രയും ഒരു ഏസ് ഓഫ് കപ്സ് ഇരിക്കുകയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ആ ഒരു വ്യക്തി വന്ന് ജസ്റ്റ് ഒന്ന് മിണ്ടിയാൽ മതിയായിരിക്കും, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിരിക്കുന്നത്. പക്ഷേ ആൾ ചിന്തിക്കുന്നത് വേറൊരു രീതിക്കാണ്. അപ്പം പലപ്പോഴും നമ്മുടെ ഓവർ തിങ്കിങ് റിലേഷൻഷിപ്സുകൾ എൻഡ് ആവാനായിട്ടുള്ള ഒരു ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ബോട്ടംസിൽ വന്നിരിക്കുന്നത്. എഗെയിൻ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം, എന്തെങ്കിലും ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയാണ് ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി ആയിരിക്കണം ഈ റിലേഷനിൽ നിന്ന് മൂവ്, അല്ല നിങ്ങൾ തന്നെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എപ്പോൾ വേണമെങ്കിലും റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു 50% മൂവ് ചെയ്തിട്ടുണ്ട്, പിന്നെയുള്ളൊരു 50% നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് ഓൺ ഓഫ് റിലേഷൻഷിപ്പാണ്. വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഫാമിലി പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്കും ഓൾറെഡി ഫാമിലീസ് ഉണ്ടാവാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ വിഡോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനായിരിക്കും ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. നിങ്ങൾ സിംഗിൾ പാരൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ കുറേ പോസിബിലിറ്റീസ് നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. എല്ലാ പോസിബിലിറ്റീസും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ ഓൺ ആൻഡ് ഓഫ് എനർജീസ് ഈ ഒരു എനർജിയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ ഈ റിലേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഓൺ ആൻഡ് ഓഫ് എനർജീസിലായിരിക്കാം നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇനി ഈ ഒരു വ്യക്തി എന്ത് ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവരെന്തെങ്കിലും ഒരു ആക്ഷൻ ഈ റിലേഷന് വേണ്ടിയിട്ട് എടുക്കുമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആകുമോ എൻ്റെ വ്യൂവേഴ്സുമായിട്ട്? നമ്മൾ ചോദിച്ചതിനൊന്നും മറുപടി മുമ്പേ കിട്ടിയിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഒരു കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം 4 ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ബ്ലോക്ക് മാറ്റും. ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം റീയൂണിയൻ്റെ കാർഡാണിത്. 11 ഇത് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം എൻ്റെ റീഡിങ്സിൽ എപ്പോഴും 11 വരാറുണ്ട്, പേഴ്സണൽ റീഡിങ്സിൽ വരാറുണ്ട്. അപ്പം 11 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് 11 കാണുന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ്സിനെയാണ് കാണിക്കുന്നുള്ളത്, സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതിലുപരി ടിൻ ഫ്ലെയിം നമ്പറാണ്. ഓക്കെ, 8 ഓഫ് വാൻസിൻ്റെ എനർജീസ്. അപ്പം ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൗണ്ടറി എല്ലാം ഈ ഒരു വ്യക്തി ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും, വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ഐ തിങ്ക് ഇവിടെ കുറച്ച് പേർക്ക് ഫാമിലിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നുള്ളത്. ഫാമിലി നിങ്ങളുടെ മാരേജിന് എഗ്രി ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല. ഫാമിലി ആയിരിക്കാം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ റീയൂണിയൻ പോസിബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയൊക്കെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നു, ഒരു ചേഞ്ചസും ഉണ്ടാകുന്നില്ല എന്നും ഞാൻ റീഡിങ്സ് കാണുന്നുണ്ട്, എനർജിയിൽ ഷിഫ്റ്റ് വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്? എനർജി ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഷിഫ്റ്റ് വരുന്നത് നമ്മളിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ചേഞ്ച് ആവുന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചേഞ്ച് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, നടക്കുന്ന കാര്യമില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചേഞ്ച് ആവുക, നിങ്ങളിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, റിലേഷൻഷിപ്പിനെ സറണ്ടർ ചെയ്യുക. ചെയ്യാത്ത ആളുകൾ ഇന്ന് മുതൽ അത് ചെയ്തു തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ആ ഒരു വ്യക്തിയിൽ എനിക്കൊരു ചേഞ്ച് വേണം, ആ ഒരു വ്യക്തി ചേഞ്ച് ആവണം, എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം, എനിക്ക് ജസ്റ്റിസ് വേണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനൊരു ജസ്റ്റിസ് കിട്ടും. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇപ്പോഴും കരഞ്ഞു കൂവി വിളിച്ച് റീഡിങ് കാണുമ്പോൾ ഇന്നൊരു റീകൺസിലേഷൻ പോസിബിൾ ആവും, ഒരു റീയൂണിയൻ അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുകയാണെങ്കിൽ നെവർ, നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണ്, നിങ്ങൾ ഹൈ എനർജിയിലാണ് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കഴിഞ്ഞും. അങ്ങനെയാണെങ്കിൽ ഷുവർ ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ വന്ന് ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. എന്ന് വെച്ചാൽ ആ റിലേഷൻ വരുന്നതിനുള്ള വെയിറ്റിംഗ് അല്ല, ലൈഫിൽ പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിലായിരിക്കും. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും, കരിയറിൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. അപ്പം ഞാൻ വെറുതെ നിങ്ങളോട് ഇങ്ങനെ പറയല്ല,
ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്കും കുറേ അധികം ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതെല്ലാം ബ്രേക്കായി പോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ വീണ്ടും റീകണക്റ്റ് ആവാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് കാര്യങ്ങളും നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പം നടക്കാത്തൊരു കാര്യമാണെങ്കിൽ പോലും ഡിലേ ആണ് അതിൽ, അത് നടക്കുന്നില്ല. പക്ഷേ ഞാൻ ലോ ഫ്രീ, ഞാൻ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്ത് ഞാൻ ഹാപ്പി ആയി, ഞാൻ സെൽഫ് ലവിൻ്റെ ആ ഒരു എൻ്റെ ഫ്രീക്വൻസി റേസ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യം ഇമ്പോസിബിൾ ആണ്, പക്ഷെ അത് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ട് ലൈഫ് ഇരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പോസിറ്റീവ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പേഴ്സണൽ പ്രശ്നമായിരിക്കാം, പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം അത് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേറ്റഡ് അല്ല, എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ക്രൈസിസ് ആവാം, അല്ല വേറെ എന്തെങ്കിലും ആവാം, എന്താണെങ്കിലും ആ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഡിവൈൻ നിങ്ങൾക്ക് കൊണ്ടുതരും എന്നാണ് ഇവിടെ നമുക്ക് ഗൈഡൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങളിപ്പോൾ ഭയങ്കര നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കഴിഞ്ഞും കൂടുതൽ അതൊരു ഇഷ്യൂസാണ്, പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ വരാൻ പോകുകയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.